ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാങ്ങ വെച്ചിട്ട് നല്ലൊരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ്. മാങ്ങ സീസണൊക്കെ കഴിയാറായില്ലേ? എങ്കിൽ പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഇത് ഉണ്ടാക്കി വെച്ചോളൂ. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് എണ്ണമാങ്ങയാണ്. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിക്കോ, വർഷങ്ങളോളം കേടുകൂടാതിരിക്കും. നമുക്ക് ചോറിൻ്റെയും കഞ്ഞിയുടെയൊക്കെ കൂടെ നല്ലതായിട്ട് കൂട്ടി ഞെരടി അങ്ങോട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. എങ്കിൽ പിന്നെ ഈ ഒരു എണ്ണമാങ്ങ തയ്യാറാക്കാനായിട്ട് മാങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തീരെ ചെറുതായിട്ട് അച്ചാറിടുന്ന രീതിയിൽ അരിയരുത്, അല്പം വലുപ്പത്തിൽ തന്നെ അരിയണം. പിന്നെ ഇതിൻ്റെ തൊലിയൊന്നും കളയാതെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമയമൊക്കെ മാറ്റി വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ഒട്ടും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മൾ മാങ്ങ ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരുന്നത്. ഞാനിപ്പോൾ ചൂടുകട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ നല്ലെണ്ണയിലല്ലേ ഉണ്ടാക്കുന്നത്, അതുപോലെ ഇതും നമുക്ക് നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കി വെക്കണം. എങ്കിൽ മാത്രമേ വർഷങ്ങളോളം കേടുകൂടാതെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് വറ്റൽമുളക്, അതായത് കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാത്ത മുളക് ചേർത്ത് കൊടുത്താൽ ഒരുപാട് എരിവായി പോകും. അതുകൊണ്ടാണ് കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് വറുത്തെടുക്കണം. പിന്നെ നമ്മളിത് വറുത്ത് ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അതല്ലെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മുളക് വറുത്ത് ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണെന്ന്. അതുകൊണ്ട് ഞാൻ വറ്റൽമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതില്ലെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതൊന്ന് വറുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വറുത്ത് കരിഞ്ഞു പോകാതെ വേണം ഇത് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മുളകൊക്കെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ആ ബാക്കി വന്ന എണ്ണയുണ്ടല്ലോ, അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 15 കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിരുന്നത്. നമ്മൾ ആ വറുത്ത മുളക് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. ആ കറിവേപ്പിലയും വറ്റൽമുളകും മാത്രമായിട്ട് നന്നായിട്ട് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇത് വറുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കതുകൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. മാങ്ങയൊക്കെ എണ്ണയിലേക്കിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. ഒരുപാട് അങ്ങ് വറുത്ത് കോരണമെന്നല്ല പറഞ്ഞത്. അതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറിയാൽ മതി. അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ നല്ലതായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിന് കോരിയെടുത്താൽ മതിയേ. ഇങ്ങനെ എണ്ണയിൽ വറുത്ത് കോരുന്നത് കൊണ്ടായിരിക്കും ഇതിന് എണ്ണ മാങ്ങ എന്ന് പേര് വന്നതല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും ബാക്കിയും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം, ഒന്ന് തണുക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ആ മുളകൊക്കെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള പൊടികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ പൊടിച്ച മുളകും കറിവേപ്പിലയാണ് ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കി പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കായ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. വറുത്തിട്ട് പൊടിച്ചെടുത്ത കായപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉലുവായും കടുകും കൂടി ഒന്ന് വറുത്തിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു 3/4 ടീസ്പൂൺ അളവിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഉലുവായും കടുകും കൂടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് വേണം സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ, നമ്മൾ വറുത്ത് ചേർത്ത് കൊടുത്താലും ഒന്നുകൂടി ഒന്ന് ചൂടാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തീ കുറച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. 1 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഒന്ന് ചൂടായി കിട്ടും. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ മാങ്ങായിലേക്ക് ആ പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ മാങ്ങായും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ബാക്കിയുണ്ടല്ലോ, നല്ലെണ്ണ, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരല്പം എണ്ണ കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കാര്യം ഇത് കുറേ നാളിരിക്കും കേട്ടോ, പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് എണ്ണ കൂടുതൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ വേറെ ചേരുവകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വിനാഗിരിയൊക്കെ സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ചേർക്കുമല്ലോ, ഇതിലേക്ക് അതൊന്നും ചേർത്ത് കൊടുക്കേണ്ട. അല്ലാതെ തന്നെ എന്നാ ടേസ്റ്റാണെന്നറിയോ, ഒരുപാട് വർഷമായിരിക്കും കേട്ടോ. ഒരു 3-4 വർഷത്തേക്ക് നമുക്കിത് ഒരു കുഴപ്പവുമില്ലാതെ എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ആ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ എണ്ണയും പൊടികളും ഒക്കെ നന്നായിട്ട് മാങ്ങയിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ആർക്കും ഒന്ന് കൊതി വരും ഇതിലൊരു കഷ്ണം എടുത്ത് കഴിക്കാനായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടാവും അല്ലേ.
നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ പനിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കറികളൊന്നും കൂട്ടാനായിട്ട് ഇഷ്ടം തോന്നത്തില്ലല്ലേ. ആ ഒരു സമയത്ത് ഇതുപോലെ ഈ എണ്ണമാങ്ങ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ കഞ്ഞിയിലേക്കൊന്ന് ഞെരടിയിട്ട് ആ വെള്ളവും ആ കഞ്ഞിയും കൂടിയൊക്കെ കുടിക്കുമ്പോൾ എന്തോ രുചിയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ മറക്കാതെ ഉണ്ടാക്കി വെക്കുക. കുറേ നാളിരുന്നോളും. ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ. നമ്മളിതിലേക്ക് വേറെ ആവശ്യമില്ലാത്ത ഒരു മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എല്ലാ ചേരുവകളും ചേർത്ത് കൊടുത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രുചി എന്തായാലും മറക്കത്തില്ല. അത്ര നല്ലതാണ് ഈ ഒരു എണ്ണമാങ്ങ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്